ഹിന്ദുക്കളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഒരു മെഡിക്കൽ കോളേജ് കാശ്മീരിലാണ്. വൈഷ്ണവി ദേവി ടെമ്പിളിൻ്റെ ട്രസ്റ്റിൻ്റെ പൈസ കൊണ്ട് നിർമ്മിച്ചത്. അത് അവിടെ ഒരു വലിയ അനീതി നടന്നു. ആ അനീതി ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ തിരുത്തപ്പെട്ട അനീതിയിലാണ് ഇവിടുത്തെ മൗദൂദികൾ അസ്വസ്ഥർ എന്നുള്ളതാണ്. അവർക്ക് ശരിയാണല്ലോ, അവർ നമ്മളെ ശരിയാണ്. കാരണം കാശ്മീരിലെ ന്യൂനപക്ഷ ആരാ? ഹിന്ദുക്കൾ. കാശ്മീരിലെ ന്യൂനപക്ഷ ഹിന്ദുക്കളാണ്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ പേര് പറഞ്ഞാലേ ഈ മൗദൂദികൾ പ്രശ്നമുണ്ടാക്കുന്നത്. അതെ, കാശ്മീരിൽ ഹിന്ദു ന്യൂനപക്ഷമാണ്. യൂണിവേഴ്സിറ്റി ആരുടെയാ? ഹിന്ദുവിൻ്റെ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ഹിന്ദുവിൻ്റെ. അത് ഹിന്ദുവിൻ്റെ അല്ലേ? അതെ. വൈഷ്ണവ അത് മാത്രമല്ല, ആരുടെ പേരിലാണത്? വൈഷ്ണവദേവിയുടെ പേരിലാണ്. അതെ. ആരുടെ പണമാണ്? ഹിന്ദു ഭണ്ഡാരത്തിലിടുന്ന പണമാണ്. അതെ. ഹിന്ദുവിൻ്റെ പണം കൊണ്ട് ഹിന്ദു ഭണ്ഡാരത്തിലിടുന്ന പേരുണ്ട്. ഹിന്ദു ദേവിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ആകെയുള്ള 50 സീറ്റിൽ എത്ര സീറ്റാണ് കൊടുത്തിരിക്കുന്നത്? 44. അത് ഭൂരിപക്ഷത്തിനാണ് കൊടുത്തത്. അവിടുത്തെ ഭൂരിപക്ഷത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അതെ. 6 സീറ്റിൽ ഒന്ന് അവിടുത്തെ മറ്റൊരു ന്യൂനപക്ഷത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് വെറും 5 സീറ്റ് ഹിന്ദുവിനുള്ളത്. അപ്പോൾ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ പേരിൽ ഭൂരിപക്ഷ വിഭാഗം, അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം അവരെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലേക്കാണ് പോണത്. വിരൽ ചൂണ്ടിയാൽ തെറ്റുണ്ട് ആരെങ്കിലും അത് പറഞ്ഞാൽ? ഇല്ല, തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തേതാണ് സംഭവം. ഇതിനെ മൗദൂദികളല്ല ആരെതിർത്താലും. പക്ഷേ ഇപ്പം സംഭവം മറിച്ച് വന്നല്ലോ. അതെ, കാര്യം അത് റദ്ദ് ചെയ്തില്ലേ തീരുമാനത്തെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ധാരാളം ഭാരതത്തിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും നടക്കും. കാരണം അവരുടെ ആവശ്യം എന്താ? ആ ആവശ്യം നിറവേറ്റണം എന്നുള്ളതാണ്. എല്ലാ രംഗത്തേക്കും അവരെ ആൾക്കാരെ കടത്തിവിടണം. അതിന് ഓമനപ്പേര് എന്താണ്? ന്യൂനപക്ഷം എന്നുള്ളതാണ്. ആ കൺസെപ്റ്റോട് കൂടിയിട്ടാണെങ്കിൽ പഞ്ചാബിൽ എന്താ സ്ഥിതി? പഞ്ചാബിൽ ഹിന്ദു ന്യൂനപക്ഷമാണ്. അതെ, പഞ്ചാബിൽ ഹിന്ദു. അപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ ആ അവകാശം ഹിന്ദുവിനാണ് അവിടെ കിട്ടേണ്ടത്. മലപ്പുറം ജില്ലയിൽ പ്രാദേശികമായിട്ട് എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആരാ ന്യൂനപക്ഷം? ഹിന്ദുവാണ്. 21% ഉള്ളൂ. അത്രയും ഉണ്ടാവില്ല. ഇപ്പം 21% അവിടെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി വിളിച്ച് കൂകിക്കൊണ്ട് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കൊന്നുമില്ല. ഹിന്ദുവിനില്ല എന്നല്ല പറയുന്നത്, എന്നാൽ പോലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയാനുള്ള ഹിന്ദുവിൻ്റെ കാര്യമാണല്ലോ. അതെ. അപ്പം ന്യൂനപക്ഷങ്ങൾ ആയി തീർന്നാൽ ഹിന്ദു അവരുടെ അവകാശങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ ഭൂരിപക്ഷത്തിന് അവകാശം. ഇവിടുത്തെ മലപ്പുറം എടുത്താൽ മതി. ഇത് തന്നെയാണ് ഇവർ മറവിളി കൂട്ടുന്നത്. പഞ്ചാബിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് ഇന്നും പൊതുവായുള്ള ന്യൂനപക്ഷത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവരുടെ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കണം. അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ മറ്റുള്ള സ്ഥലത്ത് അവർ ന്യൂനപക്ഷമാണെങ്കിൽ ആ ന്യൂനപക്ഷത്തിൻ്റെ അവകാശം അവിടെ നേടിയെടുക്കണം. ഇത് ശരിയായുള്ളൊരു വഴിയല്ല, ശരിയായുള്ള പോക്കല്ല. അതിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് എതിർക്കേണ്ടത്. തെറ്റാണത്, അനുവദിക്കാൻ പാടില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. അതായത് നമുക്ക് സംവരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഇവിടെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷത്തിന് എന്തിനാണ് സംവരണം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണമെങ്കിൽ ന്യൂനപക്ഷത്തിനെ പ്രാദേശിക അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ന്യൂനപക്ഷത്തിനെ അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ജില്ല എടുത്തിട്ടാണ്, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, അവർക്ക് സംവരണം കൊടുക്കാനല്ല. അപ്പോൾ സംവരണം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും ന്യൂനപക്ഷ സംരക്ഷണവും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 47 ഭാരതത്തിലെ ന്യൂനപക്ഷം എന്ന് പറയപ്പെട്ടിരുന്ന ഇസ്ലാമിക ജനസംഖ്യ എത്രയായിരുന്നു? വളരെ കുറവായിരുന്നു. 8% അതെ. ഇന്നത്തെ എത്രയാ? ഇന്ന് 18 കഴിഞ്ഞാൽ. അതുമാത്രമല്ല, അവർക്കുണ്ടായിരുന്ന സമ്പത്ത് ഇതെല്ലാം ഇന്ന് കുന്നുകൂടി. അതേ സമയത്ത് പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യ എത്രയായിരുന്നു? 24%. അതിന്ന് 1% പോലും ഇല്ല. ആ സ്ഥിതിയാണ്. ബംഗ്ലാദേശിൽ കെട്ടിത്തൂക്കി കൊല്ലുകയാണ് ഹിന്ദുവിനെ. ഇന്നലെ വരെയുള്ള എണ്ണം കൊന്നവരുടെ എണ്ണം അറിയപ്പെട്ടത് 7 പേരാണ്. അതെ. അപ്പം ഈ വിധത്തിൽ അവിടെ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ അതുകൊണ്ട് അതെ, ഭാരതത്തിൽ അങ്ങനെ നടക്കണം എന്നല്ല പറയുന്നത് ഞാൻ. ഇത് തന്നെയായിരുന്നില്ലേ മലപ്പുറം ജില്ലയിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അന്ന് വിളിച്ചൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു.
ആ മുദ്രാവാക്യം എന്തായിരുന്നു? ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം. രണ്ടണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ, അല്ല പിന്നെ ഇസ്ലാമിസ്ഥാൻ എന്നുള്ളതായിരുന്നു. അതെ. അപ്പം ആ നിലയ്ക്കുള്ള ഒരു മുദ്രാവാക്യം അവർ അന്ന് വിളിച്ചുകൊണ്ടിരുന്നു. 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, സൂക്ഷിച്ചോ സൂക്ഷിച്ചോ, അടുത്ത കാലത്തുള്ള മുദ്രാവാക്യമാണ്. അപ്പോൾ ഇതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം, ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ന്യൂനപക്ഷമുള്ള സ്ഥലത്ത് ആ ഭൂരിപക്ഷം വിളിക്കുന്നു. ഇതല്ലേ കാണുന്നത്? ഹിന്ദു ന്യൂനപക്ഷമുള്ള സ്ഥലത്ത് ഭൂരിപക്ഷം ആ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇന്നും മലപ്പുറം ജില്ലയിൽ റംസാൻ കാലത്ത് ചായക്കട പോലും നടത്താൻ ഹിന്ദുവിന് അവകാശമുണ്ടോ? ഇല്ല. ഇല്ല. അതാണ് സ്ഥിതി. എന്തിനധികം ഇസ്ലാമികൾ തിങ്ങി പാർക്കുന്ന പല സ്ഥലത്തും, മലപ്പുറം ജില്ല മാത്രമല്ല, അവിടെയൊക്കെ ഈ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ബില്ല് കൃത്യമായിട്ട് അടയ്ക്കാത്തവരുടെ കറണ്ട് കട്ട് ചെയ്തിട്ട് അവിടെ പൈസ ചെയ്തെന്ന് കഴിഞ്ഞാൽ മഹല്ലയിൽ പോയി സംസാരിക്കണം, ഇവർ കൊടുക്കില്ല. അപ്പോൾ അവരെ കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവൻ അവരല്ല, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇസ്ലാം ഭൂരിപക്ഷം ഹിന്ദു പൊതുവായിട്ടുള്ള ഈ പ്രാദേശിക തലത്തിൽ പോലും നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ കാശ്മീരിൽ കണ്ടത്. ഇതുതന്നെയാണ് അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു, ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സമ്പത്തില്ലാത്തതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നരെവിടെയാണ്? ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമ്പന്നരെന്നുള്ളത്? മലപ്പുറം ജില്ലയിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് വള്ളക്കടവിലും അതെ ഭീമാപ്പള്ളിയിലും ഭാഗത്ത് പോയി നോക്കൂ. അതേപോലത്തെ പ്രദേശങ്ങളുടെ കോട്ടയം എല്ലാ ജില്ലയിലും ഉണ്ട് ഇങ്ങനെ. ഇവിടെ ഇപ്പോൾ പെരുമ്പാവൂർ, ഈ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ, ആലുവയിൽ പോയി കഴിഞ്ഞാൽ, മൂവാറ്റുപുഴ പോയി കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണ് സ്വത്ത് കുന്നുകൂടി കിടക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണെന്നും പറഞ്ഞ് ഇന്നും അവകാശങ്ങൾ മുഴുവൻ അവർ നേടിയെടുക്കുന്നില്ലേ? ഈ അവകാശങ്ങളുടെ പേരിൽ അവരുടെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്? രാവിലെ മുതൽ ഒരു 2 മണിക്കൂർ മദ്രസയിൽ പോയിട്ട് അവരുടെ പുസ്തകം തന്നെ വായിക്കുന്നു. അവിടെ എന്താ കൊടുക്കുന്നത് എന്നുള്ളത് അവിടെ തന്നെ ഇസ്ലാമിക സ്ത്രീകൾ ഇന്ന് കുറച്ചൊക്കെ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയില്ല. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, ഇന്നതാ ചെയ്യുന്നതെന്ന് പോലും പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 9:30 മണിയാകുമ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത് മറ്റുള്ളവരോടൊപ്പം നിന്ന് പഠിക്കാൻ. അവിടെ പോയിട്ട് വിദ്യാഭ്യാസം, ഈ ആൾക്കാരെ അവരുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്നു. അപ്പോൾ എന്തായിരിക്കും അവരുടെ സ്ഥിതി? നല്ലൊരു ഭാഗത്തിൻ്റെ അത് പ്രത്യേകിച്ച് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഇവരൊക്കെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണോ ഇവിടെ വിദ്രോഹ പ്രവർത്തനം നടത്താനാണോ എന്നുകൂടി ചിന്തിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെയാണല്ലോ ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസം കിട്ടി 50 പേർക്കുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് 45 പേര് 44 അതിലൊരാൾ പിന്നെ വീണ്ടും ന്യൂനപക്ഷക്കാരന് പോണു വരെയാണെങ്കിലും. അപ്പം 44 പേര് ഈ 6 പേരെ നേരെ എന്തായിരിക്കും കാട്ടിക്കൂട്ടുന്നത്? വിദ്യാഭ്യാസം കിട്ടി പുറത്തു വരുന്നതിൻ്റെ സ്ഥിതി അടുത്ത കാലത്ത് ബോംബ് സ്ഫോടനം നടത്താൻ പോയ ആ ഡോക്ടേഴ്സിന്, അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടേഴ്സിൻ്റെ പോലെ തന്നെ ആയിരിക്കില്ലേ അവരും വളർന്നു വരുന്നത്? ആരുടെ പണം ഉപയോഗിച്ച് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ആരുടെ പണം ചോദിച്ചാൽ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലെ പണം കാണിക്കിടുന്ന പക്ഷം അവർ അധ്വാനിച്ചിട്ടുള്ള പൈസ കാണിക്കിട്ടിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയ പണിതുയർത്തിയ സ്ഥാപനത്തിൽ നിന്ന് അതിനെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗത്തിനെ ആരെങ്കിലും പറഞ്ഞു തിരിച്ചതിൻ്റെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ തെറ്റുണ്ടോ? ചിന്തിച്ചാൽ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. അതിഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പൈശാചികമായിട്ടുള്ള രൂപം കാണാൻ കഴിയും. ഇവിടെ അവകാശങ്ങളെ പറ്റി പറഞ്ഞ് എല്ലാം നേടിയെടുക്കാൻ, പിടിച്ചു പറിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ അതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന സമയത്ത് ആരെങ്കിലും ഇവിടെ അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് എന്താ ചെയ്യുന്നത്, ആരൊക്കെ അനുകൂലിച്ചു, അതിന് നോക്കിയിട്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കല്ലേ.
ഗസയ്ക്ക് വേണ്ടിയിട്ട് ആ, വെനസ്വേലയ്ക്ക് വേണ്ടിയിട്ട് അതെ. മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ട്. പക്ഷേ എൻ്റെ ബംഗ്ലാദേശിൻ്റെ കാര്യം കാണുന്ന സമയത്ത് ഇവർക്കൊരു കണ്ണെന്നൊരു തുള്ളി വെള്ളം വരുന്നില്ല. എന്തേ അതിനെതിർ വിമർശിക്കാൻ തോന്നുന്നില്ല? സ്വകാര്യമായെങ്കിലും വിമർശിക്കേണ്ടേ, അതുപോലും ചെയ്യുന്നില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ എഴുതി കൂട്ടുന്ന മാധ്യമങ്ങൾ അവർ കൊണ്ടുന്നുണ്ടോ? ഏതായാലും ഇന്നലെ മിനിയാന്നൊക്കെ മാതൃഭൂമി ഏതായാലും ബംഗ്ലാദേശിൽ ഹിന്ദുവിനെ കൊന്നു എന്നുള്ളത് വരത്തക്കരികളെ 2 പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. അതിന് പ്രതിഷേധിച്ചുകൊണ്ടല്ല, അങ്ങനെ സംഭവം ഒന്ന്. ഇത് ഇവരൊക്കെ അനുഭവിക്കാൻ പോണതാണ്. ഇവർ വിചാരിക്കരുത് ഇത് കേരളത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോൾ ഇവർ സംഘികളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കാര്യം. ആ സംഘികളുള്ളത് കൊണ്ട് ഇവരെ ജീവിക്കും എന്നുള്ളതാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ അല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇന്ന് അവർ ചിന്തിക്കുന്ന, അവിടെ അറസേനല്ലല്ലോ കൊല്ലുന്നത്, അവിടെ ഹിന്ദുവിനെയല്ലേ കൊല്ലുന്നത്. ഹിന്ദുവിൽ ആരാണ്? ബിസിനസ്സുകാരനെയാണ് ഇവനെന്ന് വന്നിരിക്കുന്നത്. അതെ, ചെറുപ്പക്കാരെയാണ് ഏറ്റവും കൂടുതൽ അവർ കൊല ചെയ്യുന്നതും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതും. ഇത് നാളെ സംഭവിക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെയും സുധാകരൻ്റെയും പിന്നെ മുരളിയുടെയും ഒക്കെ മക്കളെയോ അങ്ങനത്തെ ആളെ, ചിലപ്പോൾ അവരൊക്കെ മതം മാറി കഴിഞ്ഞോ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതിൻ്റെ ആൾക്കാരെയാണ് സംഭവിക്കുക. അതെ. അപ്പോൾ ആ പേരുകൾ നോക്കിയിട്ടായിരിക്കും, പേരുകൾ നോക്കിയിട്ടാണ്. അതാണല്ലോ സംഭവിക്കാൻ പോണത്. ഇപ്പോൾ അറസ്റ്റുകാരനോ ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അഭിമാനത്തിൻ്റെ പേരിൽ അവർ പിടിച്ചു വെക്കും, മരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞ്. മറ്റവർക്ക് എന്തായിരിക്കും ഉണ്ടാകുക? അവരിപ്പോൾ കൊല ചെയ്തുകൊണ്ടാണല്ലോ ആ മതം വളർത്തിയത്. അതെ. അപ്പോൾ ഇവർ കൊലയ്ക്ക് തയ്യാറാണോ നോക്കിൽ, അല്ലെങ്കിൽ മതം മാറാൻ തയ്യാറാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ആഗ്രഹം മതം മാറാൻ തയ്യാറായി അവർക്ക് ന്യൂനപക്ഷ പദവി കിട്ടും, ന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടും. അതായിരിക്കാം ഇങ്ങനത്തെ ആൾക്കാർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭിമാനം നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇതെല്ലാം ഇവർ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തവും മറ്റാരും പറയാത്തതുമായ വാർത്തകൾ എത്തിക്കുന്നു. ഈ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.